സന്ധ്യയ്ക്ക് ഉമ്മറത്ത് വിളക്ക് വയ്ക്കുമായിരുന്നു ആമി. ആ നേരത്തായിരുന്നു മുറ്റത്തേക്കൊരു കാർ പാഞ്ഞു കയറി വന്നത്. ആ വാഹനത്തിന്റെ അമിത വേഗം കൊണ്ട് തന്നെ ഒരു ഞെട്ടലോടെയായിരുന്നു ആമി മുഖമുയർത്തി നോക്കിയത്. അപ്പോഴേക്കും നടുമുറ്റത്ത് വന്നു നിന്ന് ആ കാറിലേക്ക് നോക്കിയതും അവളുടെ അടിവയറ്റിൽ നിന്നും ഒരു എരിച്ചിൽ നെഞ്ചിലേക്ക് ഉരുണ്ടു കയറി. കാറിൽ നിന്നിറങ്ങിയ റയാനെ കണ്ടതും എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നില്ലെങ്കിൽ വീണുപോയാലോ എന്ന് ഭയന്നുപോയ ആമി പതിയെ പിന്നിലേക്ക് നീങ്ങി ചുവരിൽ തട്ടി നിന്നു. ഇനിയും എന്തിനാകും ഈ വരവെന്നോർത്തതും അവൾക്ക് ശരീരം തളരും പോലെ തോന്നി. ആരാ മോളെ വന്നത്? വണ്ടി വന്ന ഒച്ച കേട്ട് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന പൂർണിമയും ഉമ്മറത്തേക്ക് കയറി വന്നവനെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിന്നു. പക്ഷേ റയാൻ അവരെ നോക്കി മനോഹരമായെന്ന് പുഞ്ചിരിക്കുകയായിരുന്നു ചെയ്തത്. അങ്കിളില്ലേ? ചോദ്യവും തീർത്തും സൗമ്യമായിരുന്നു. നന്ദേട്ടാ. ഒരു മന്ത്രണം പോലെ പൂർണിമ വിളിക്കുന്നത് കേട്ടതും അയാളെ വെയിറ്റ് ചെയ്യും പോലെ റയാൻ ഉമ്മറത്തിട്ടിരുന്ന കസേരയിലേക്ക് ഇരുന്നു. തൊടിയിലെ കുളത്തിൽ കുളിക്കാൻ പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചുകൊണ്ട് നടന്നു വന്ന നന്ദനും വിനോദും കൂടി മുറ്റത്തേക്ക് കയറിയതും കണ്ടത് ആ കാഴ്ചയായിരുന്നു. ഡാ! റയാനെ കണ്ടതും ചോര തിളച്ച നന്ദൻ ഒരലർച്ച പോലെ വിളിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് ഓടിക്കയറി. നീ എന്തിനാടാ വീണ്ടും ഇങ്ങോട്ട് വന്നത്? ഞങ്ങളോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് വരാനും ഈ ഉമ്മറത്ത് കയറിയിരിക്കാനും നിനക്കെങ്ങനെ ധൈര്യം വന്നു? കലിതുള്ളി വിറയ്ക്കുകയായിരുന്നു നന്ദൻ. പക്ഷേ അതൊന്നും തന്നോടല്ലെന്ന മട്ടിലായിരുന്നു റയാന്റെ ഇരിപ്പ്. അവനെപ്പോഴും നേർത്ത പുഞ്ചിരിയോടെ ഇരുന്നതേയുള്ളൂ. എന്താടാ നിനക്കൊരു പുച്ഛം? ഇത്ര അധികാരത്തിൽ കയറിയിരിക്കാൻ ഇത് നിന്റെ ഭാര്യ വീടൊന്നുമല്ല. ചൂടാകാതെ അമ്മായിയപ്പ, ഇതെന്റെ ഭാര്യ വീട് തന്നെയാ. ആ അധികാരത്തിൽ തന്നെയാ ഇവിടെ കയറിയിരുന്നതും എന്ന് കരുതി തൽക്കാലം ഇവിടെ കയറി പൊറുക്കാനൊന്നും എനിക്കുദ്ദേശമില്ല. റയാന്റെ ഭാര്യ വീട് എന്ന പ്രയോഗത്തിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു ആമി. അവൻ ഇനിയും എന്തിനുള്ള പുറപ്പാണെന്നറിയാതെ പൂർണിമയുടെ പിന്നിൽ നിൽക്കുമ്പോൾ ആമിയുടെ നെഞ്ചകം പിടയുക തന്നെയായിരുന്നു. പിന്നെന്തിനാണാവോ കളരിക്കലെ പൊന്നുതമ്പുരാന്റെ ഈ എഴുന്നള്ളത്ത്? നന്ദന്റെ സ്വരത്തിൽ പുച്ഛം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്തെങ്കിലും റയാനിൽ മാത്രം ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അതെന്നാ ചോദ്യം അമ്മായിയപ്പ? എന്റെ തമ്പുരാട്ടി ഇവിടെയാകുമ്പോൾ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? മനസ്സിലായില്ല? സിമ്പിൾ. ഞാൻ എൻ്റെ ഭാര്യയെ തിരികെ കൊണ്ടുപോകാൻ വന്നതാ. റയാനത് പറഞ്ഞതും ആമി അടക്കം എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയിരുന്നു. ഇറങ്ങടാ പുറത്ത്. നിനക്ക് തോന്നുമ്പോൾ ഭാര്യയാക്കാനും വേണ്ടെന്ന് തോന്നുമ്പോൾ കൊണ്ട് കളഞ്ഞിട്ട് പോകാനും എൻ്റെ മോള് നിന്റെ കളിപ്പാവയൊന്നുമല്ല. എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വായിലിരിക്കുന്നതൊക്കെ കേട്ട് റയാൻ പോളി ഉമ്മറത്ത് നിൽക്കുന്നത് എന്ന് കരുതി കാല് പിടിക്കുമ്പോൾ തോളിൽ കയറുന്ന സ്വഭാവം കാണിച്ചാൽ എൻ്റെ സ്വഭാവം മഹാ ചീത്തയാ. നിന്ന് ചിണുങ്ങാതെ ചെന്ന് കാറ് കയറടി. അവളെ കല്യാണം കഴിക്കാൻ നടക്കുന്നു. ആദ്യം നന്ദനോടും പിന്നീട് ആമയോടുമായിട്ടായിരുന്നു അവനത് പറഞ്ഞത്. ഈശ്വര, എന്തൊക്കെയായി നടക്കുന്നേ? പിന്നെ നിന്നിരുന്ന ശ്രീദേവി വായ അമർത്തിപ്പിടിച്ചുകൊണ്ട് പിറുപിറുത്തു. എന്താടി നോക്കി നിൽക്കുന്നേ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ചെന്ന് കാറിൽ കയറാൻ? ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. ഭയം കൊണ്ട് ശരീരവും മനസ്സും ഒരുപോലെ വിറയ്ക്കുകയായിരുന്നുവെങ്കിലും അവൾ വിക്കി വിക്കി പറഞ്ഞൊപ്പിച്ചു. അത് കേട്ട് റയാൻ ഒന്ന് ചിരിച്ചു. അയ്യോ എൻ്റെ പുന്നാര ഭാര്യയെ, അതിന് ഞാൻ നിന്നോട് വരുന്നോന്ന് ചോദിച്ചതല്ല. മര്യാദയ്ക്ക് എൻ്റെ കൂടെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞതാ. അനുസരിക്കുന്നോ അതോ ഞാൻ തൂക്കിയെടുത്തോണ്ട് പോണോ? എന്നാ അതൊന്ന് കാണണമല്ലോ. ഇവിടുന്ന് അവളെ കൊണ്ടുപോകാനുള്ള തണ്ടലുറപ്പ് നിനക്കുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണണം. ശ്രീദേവി ചെന്ന് പറഞ്ഞതനുസരിച്ച് താഴേക്ക് വന്ന വികാസായിരുന്നു അത്. അവനെ നേരിൽ കണ്ടതും റയാന്റെ മുഖം ചുവന്നു. ദേഷ്യം കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയാലോ എന്ന് തോന്നിയപ്പോൾ അവൻ സ്വയം നിയന്ത്രിക്കാനെന്ന പോലെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. ആദി, അകത്തേക്ക് പൊയ്ക്കോ. ഇവിടുന്ന് ആരും നിന്നെ കൊണ്ടുപോയില്ല. റയാന്റെ മൗനം നൽകിയ ധൈര്യത്തിൽ വികാസ് പറഞ്ഞു. അത് കേട്ടതും രക്ഷപ്പെട്ട ഓടും പോലെ അകത്തേക്ക് പോകാൻ ആമി ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റയാൻ അവളുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കിയിരുന്നു. വിട്, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? നീ വരും. നിന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെങ്കിൽ തിരികെ പോകുമ്പോൾ നീയും എൻ്റെ കൂടെ ഉണ്ടാകും. അവളുടെ കൈത്തണ്ടയിൽ ഞെരിച്ചുകൊണ്ട് അത് പറയുമ്പോൾ അവനൊരു ചെകുത്താൻ്റെ ഭാവമായിരുന്നു. അതുകണ്ട് ആമിക്ക് വല്ലാതെ ഭയം തോന്നിപ്പോയി. പെട്ടെന്നായിരുന്നു അവളുടെ കയ്യിൽ പിടിച്ചിരുന്ന റയാന്റെ കൈക്ക് മുകളിൽ വികാസിന്റെ പിടുത്തം വീണത്. അതോടെ അതുവരെ ആമിയിൽ തറഞ്ഞു നിന്നിരുന്ന റയാന്റെ കണ്ണുകൾ വികാസുമായി കൊരുത്തു. ഇരുവരും നോട്ടം കൊണ്ടുപോലും പരസ്പരം പോർ വിളിക്കും പോലെയായിരുന്നു അപ്പോഴത്തെ നിൽപ്പ്. അവളെ അങ്ങ് വിട്ടേക്ക് റയാൻ. ഇല്ലെങ്കിൽ? അവന്റെ കണ്ണിലേക്ക് തന്നെ തുറച്ചു നോക്കി നിന്നുകൊണ്ടായിരുന്നു റയാന്റെ ചോദ്യം. നീ ഇവിടുന്ന് നേരെ ചൊവ്വേ പോകത്തില്ല, ഉറപ്പാണോ? ഈ വികാസിന് ഒറ്റ തന്തയേ ഉള്ളടാ. കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം, പക്ഷേ അവസാനം മാറ്റി പറയേണ്ടി വരരുത്. തൽക്കാലം നീ ഒന്ന് സൈഡിലോട്ട് നിന്നേ. ഞാൻ എൻ്റെ ഭാര്യയോട് ഒരു കാര്യം ചോദിക്കട്ടെ. പറഞ്ഞതും ഇടത്തെ കൈവീശി വികാസിന്റെ ചെവിട്ടിലൊരടി പൊട്ടിച്ചു റയാൻ. ആ അടിയുടെ ആഘാതത്തിൽ ചെവി പൊട്ടിപ്പോയതുപോലെ തോന്നിയ വികാസ് അവന്റെ കൈവിട്ട് ചെവിയിൽ അമർത്തി പിടിച്ചു. അയ്യോ മോനെ! ശ്രീദേവി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് വികാസിനെ പിടിച്ചു. ഡാ, നീ എൻ്റെ മോനെ! മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ മോന് കൊടുത്തതിൻ്റെ ബാക്കി തന്തയ്ക്കും കൊള്ളും. മകനെ കൈവച്ചവന് നേരെ പാഞ്ഞെടുക്കാനൊരുങ്ങി വിനോദ് റയാന്റെ ആജ്ഞയ്ക്ക് മുന്നിൽ പതറി നിന്നു.
അതുകൊണ്ട് പുച്ഛത്തോടെ അവിടെ നിന്ന് എല്ലാവരെയും ഒന്ന് ഒഴിഞ്ഞു നോക്കിയിട്ട് റയാന്റെ നോട്ടം വീണ്ടും ആമിയിൽ ചെന്നു നിന്നു. അവസാനമായിട്ട് നിന്നോട് ഞാൻ ചോദിക്കുക, വരുന്നുണ്ടോ നീ? ഇല്ല. അവനെ എതിർക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആമി അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. അത് കേട്ട് റയാൻ വീണ്ടും ചിരിച്ചു. ഉറപ്പിച്ചല്ല അല്ലേ? ഉറപ്പിച്ചു. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ അനിയനും പൂച്ച എലിയെ തട്ടും പോലെയിട്ട് തട്ടിക്കളിക്കാനായി ഞാൻ ആ നരകത്തിലേക്ക് വരില്ല. ഞാനും ഒരു മനുഷ്യജീവിയാ. ഇവന്റെ ധൈര്യത്തിലാണോ ഇച്ചായന്റെ കൊച്ച് ഇത്രയും വലിയ തീരുമാനമൊക്കെ എടുത്തത്? വികാസിനെ ചൂണ്ടിയൊരു പുച്ഛച്ചിരിയോടെയായിരുന്നു റയാന്റെ ചോദ്യം. ആണെന്ന് കൂട്ടിക്കോ. പെട്ടെന്നുണ്ടായ വാശി പുറത്തായിരുന്നു ആമി അത് പറഞ്ഞെങ്കിലും ആ ഒറ്റ വാക്കു മതിയായിരുന്നു റയാനെ ഭ്രാന്ത് പിടിപ്പിക്കാനും വികാസിനെ പഴയ ഫോമിലെത്തിക്കാനും. അത്രയ്ക്കങ്ങോട്ട് ഇവനെ ചാരാൻ ഇവൻ നിന്റെ ആരടി കോപ്പേ? തികട്ടി വന്ന ദേഷ്യമടക്കാൻ കഴിയാതെയുള്ള അവന്റെ ചോദ്യം ആമിയിലും വാശിയേറ്റിയിരുന്നു. അവന്റെ ആ ചോദ്യത്തിൽ മറ്റെന്തൊക്കെയോ അർത്ഥങ്ങൾ കൽപ്പിച്ചെടുത്തതുപോലെ ആ മുഖത്തേക്ക് തുറച്ചു നോക്കുമ്പോൾ അത്രമേൽ വെറുപ്പ് നിറഞ്ഞിരുന്നു അവളെ. തൽക്കാലം ആരുമായിട്ടില്ല. പക്ഷേ നാളെ എൻ്റെ എല്ലാമാകാൻ പോകുന്നവനാ വികാസേട്ടൻ. പട്ടിയുടെ കഴുത്തിൽ തുടലിടും പോലെ നിങ്ങളെൻ്റെ കഴുത്തിലിട്ട ഈ കുരുക്ക് പൊട്ടിച്ചെറിഞ്ഞിട്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നവൻ. റയാനെ തോൽപ്പിക്കാനുള്ള വെറി കൊണ്ട് മാത്രം ആമി പറഞ്ഞ ആ വാക്കുകൾ അവനൊഴികെ എല്ലാവരിലും വല്ലാത്തൊരമ്പരപ്പും സന്തോഷമായിരുന്നു നിറച്ചത്. വികാസാണെങ്കിൽ ഒരു വിജയി പോലെ റയാനെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു. അതുകൂടി കണ്ടതും ഏതാണ്ട് സമനില തെറ്റിയ അവസ്ഥയിലായി കഴിഞ്ഞിരുന്നു റയാൻ. ഓക്കെ, ഞാൻ കെട്ടിയ കുരുക്ക് പൊട്ടിച്ചെറിയോ ഇവൻ കെട്ടുന്ന താലി അണിയോ എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. പക്ഷേ അതിനിവൻ ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രം. പറഞ്ഞതിനൊപ്പം തന്നെ റയാന്റെ കാല് വായുവിലുയർന്നു. ആർക്കെങ്കിലും ഒന്ന് തടയാനെങ്കിലും കഴിയും മുമ്പ് അത് വികാസിന്റെ നെഞ്ചത്ത് തന്നെ പതിച്ചു. ഒരു പ്രതീക്ഷ പോലും ഇല്ലാതെ നിന്നിരുന്ന അവൻ തെറിച്ച് നടുമുറ്റത്തേക്ക് വീണു. നീ അവന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനും ഒന്ന് തീരുമാനിച്ചു. ഇവനിനി ഈ ഭൂമിയിൽ ജീവനോടെ വേണ്ട. ഇനി അഥവാ ഇവനെ ഞാൻ വെറുതെ വിടണമെങ്കിൽ നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ. ആമയുടെ കവിളിൽ പിടിച്ചു പറഞ്ഞിട്ട് അവനവളെ പിന്നോട്ട് തള്ളി. എന്നിട്ട് മുറ്റത്തേക്ക് പാഞ്ഞിറങ്ങി. പിന്നെ അവിടെ നടന്നത് രണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള പൊരിഞ്ഞ പോര് തന്നെയായിരുന്നു. അതിനിടയിൽ ഇരുവരും കൊണ്ടും കൊടുത്തും മുന്നേറി. അത് കണ്ടു നിൽക്കാൻ കഴിയാതെ ശ്രീദേവിയും പൂർണിമയും നിലവിളിച്ചു പോയിരുന്നു. ഏറെ നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവിൽ തളർന്നു വീണ വികാസിന്റെ നെഞ്ചിലേക്ക് റയാൻ ആഞ്ഞു തൊഴിച്ചു. അവനിൽ നിന്നും ഉയർന്ന ആർത്തനാദം ചങ്ക് തുളച്ചതും പൂർണിമ ഓടി വന്നവനെ പിടിച്ചുകൊണ്ട് റയാന്റെ നേർക്ക് കൈകൂപ്പി. ഒന്നും ചെയ്യല്ല എൻ്റെ മോനെ. പക്ഷേ ആ സ്ത്രീയുടെ കണ്ണീര് പോലും റയാനിൽ തെല്ലലിവ് തോന്നിപ്പിച്ചില്ല. നമുക്ക് ഈ ബന്ധം വേണ്ട മോനെ. എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ മാത്രം മതി. ഇനിയും നിങ്ങൾക്ക് മതിയായില്ലേ വിനോദേട്ട? കൂട്ടുകാരൻ്റെ മോൾക്ക് ജീവിതമുണ്ടാക്കി കൊടുക്കാനിറങ്ങിയിട്ട ഒടുവിൽ എൻ്റെ കുഞ്ഞിനെ കൊല്ലാറാക്കിയിട്ടായപ്പോൾ നിങ്ങൾക്ക് മതിയായോ? മകൻ്റെ അവസ്ഥ കണ്ട് നെഞ്ചു പൊട്ടിപ്പോയ ശ്രീദേവി വിനോദിനെ നേർക്ക് ചീറി. അയാളും ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു. കാരണം വികാസിന്റെ അവസ്ഥ അത്രയും ദയനീയമായിരുന്നു. കൊണ്ടുപോവുകയോ കൊന്നു തിന്നുവോ ചെയ്യട്ടെ, എന്തായാലും എൻ്റെ മോൻ്റെ ജീവൻ പകരം കൊടുത്ത് ഒരുത്തിക്കും ജീവിതമുണ്ടാക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ആ നേരത്ത് ഒരമ്മ മാത്രമായിരുന്നു ശ്രീദേവി. അതുകൊണ്ട് തന്നെ അവർക്ക് തൻ്റെ ഉള്ളിലെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പോലും അറിയുമായിരുന്നില്ല. അതവരിൽ നിന്ന് പുറത്തേക്ക് ചാടിയത് ആമയ്ക്കും അവളുടെ കുടുംബത്തിനും നേർക്കുള്ള വെറുപ്പായിട്ടായിരുന്നു. എന്താടി ഭാര്യയെ, നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ? അതോ ഇവിടെ ഇട്ട് നിന്റെ ഭാവി ഭർത്താവിനെ ഞാൻ ചവിട്ടി കൊല്ലണോ? ഒരു കൂസലുമില്ലാതെ ആമയുടെ മുന്നിൽ ചെന്ന് നിന്ന് റയാനത് ചോദിക്കുമ്പോൾ അവളുടെ മിഴികൾ ധാരധാരയായി ഒഴുകുകയായിരുന്നു. ശ്രീദേവിയാണെങ്കിൽ ഇനിയും അവൻ വികാസിനെ ഉപദ്രവിച്ചാലോ എന്ന് കരുതി അവനെ പൊതിഞ്ഞു പിടിച്ചേക്കുമായിരുന്നു. എന്താടി ഇപ്പോൾ നിന്റെ വീറും വാശിയുമൊക്കെ അങ്ങണഞ്ഞു പോയോ? മുഖം കുനിച്ചു നിന്ന് കണ്ണീർ വാർക്കുന്നവളുടെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ ഞാൻ വരാം. വികാസേട്ടനെ ഇനിയൊന്നും ചെയ്യരുത്. അച്ചോടാ. ഇല്ലട കുട്ടാ, നിന്റെ വികാസേട്ടനെ ഞാൻ ഇനിയൊന്നും ചെയ്യില്ല. എന്നാ പിന്നെ ഇച്ചായൻ്റെ കൊച്ച് നല്ല കുട്ടിയായിട്ട് ചെന്ന് കാറിലോട്ട് കയറ്. അവൻ പറഞ്ഞതും ആമി ഒരു പാവയെപ്പോലെ അവൻ്റെ കാറിന് നേർക്ക് നടന്നു. മോളെ. ഏയ്. അവളെ തടയാൻ വന്ന നന്ദന് മുമ്പിൽ ഒരു പ്രതിരോധം തീർത്തു നിൽക്കുമ്പോൾ റയാൻ തീർത്തും ശാന്തനായിരുന്നു. പക്ഷേ ആ കണ്ണുകളിലെ ഭാവം നിർവചിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അവളെൻ്റെ ഭാര്യയാണ്. ഞാൻ മിന്നുകെട്ടിയ പെണ്ണ്. ആ അവളെ കണ്ട ചെറ്റയ്ക്ക് കൈപിടിച്ചു കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുന്ന നിങ്ങളെ തൽക്കാലം ഞാൻ വെറുതെ വിടുക. അവളുടെ തന്തയാണെന്നുള്ള ഒറ്റ പരിഗണന കൊണ്ട് മാത്രം എന്ന് കരുതി എപ്പോഴും ആ പരിഗണന കിട്ടുമെന്ന് കരുതിയേക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി, പഴയതുപോലെ മോളെ രക്ഷിക്കാൻ പോലീസിനെയും കൊണ്ട് പള്ളിക്കലോട്ട് ഓടിപ്പോന്നേക്കരുതൊന്നും ചെയ്യരുത്. നിയമപരമായി അവൾ എൻ്റെ ഭാര്യയാണ്. ആ ബന്ധം മുറിച്ചെടുക്കുവാൻ പോലീസല്ല, ഇനി പട്ടാളം വന്നാലും അവളുടെ സമ്മതം കൂടി വേണം. അതുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അമ്മായിയപ്പൻ അതിബുദ്ധിയൊന്നും കാണിച്ചേക്കരുത്. പിന്നെ നിങ്ങളുടെ അളിയൻ എന്നൊരു ചാവാലി ഉണ്ടല്ലോ, അവനെ എങ്ങാനും എൻ്റെ വീടിൻ്റെ പരിസരത്ത് കണ്ടാൽ ചവിട്ടി ഞാൻ നടുവൊടിക്കും. അയ്യോ, മരുമോൻ വീട് വിലക്കിയെന്നൊന്നും വിചാരിച്ചേക്കല്ലേ. അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും മോളെ മരുമോനെ കാണണമെന്ന് തോന്നിയാൽ നല്ല ഗുണമാണെങ്കിൽ മാത്രം അങ്ങോട്ട് വരാം.
ഒരു പുഞ്ചിരിയോടെ നന്ദനോട് അത്രയും പറഞ്ഞിട്ട് റയാൻ വീണ്ടും വികാസിനരികിലേക്ക് ചെന്നു. ഒരു ഭാവഭേദവും കൂടാതെ അവന്റെ മുഖത്തെ മുറിവും ചതവുമൊക്കെ പരിശോധിക്കുന്നതിനെ കണ്ട് അകത്തുപോയി വെള്ളം എടുത്തുകൊണ്ടുവരികയായിരുന്ന ശ്രീദേവിയുടെ ഹൃദയം പെരുമ്പറ കൊട്ടി. അവളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല നിന്നെ മുന്നിലിട്ട് ഞാൻ ഈ നാടകം കളിച്ചത്. എന്റെ ഫോണിലേക്ക് നീ അവളെയും ചേർത്ത് പിടിച്ചു നിന്നെടുത്ത കുറച്ച് ഫോട്ടോസ് അയച്ചില്ലേ? നീ അവളുടെ ദേഹത്ത് തൊട്ടത് കണ്ടത് മുതൽ ഇത് ഞാൻ നിനക്ക് ഊങ്ങി വെച്ചതാ. ഇനി എന്നെ തകർക്കാൻ വേണ്ടി ഇതുപോലുള്ള ചെറ്റ പരിപാടിയൊക്കെ ചെയ്യാൻ തോന്നുമ്പോൾ ഇത് ഓർമ്മ വേണം. പോട്ടെ ആളിയാ. അവന്റെ കവിളിലൊന്ന് തട്ടി പറഞ്ഞിട്ട് റയാൻ എണീറ്റ് കാറിന്റെ നേർക്ക് നടന്നു. എല്ലാവരും നോക്കി നിൽക്കെ തന്നെ ആമിയുമായി അവന്റെ കാർ തിരികെ പാഞ്ഞു. റയാന്റെ കാറ് ഹൈവേയിലൂടെ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇരുവരും പരസ്പരമൊന്നും മിണ്ടുന്നില്ലെങ്കിൽ കൂടിയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആമിയിലേക്ക് അവന്റെ ശ്രദ്ധ പാളി വീഴുന്നുണ്ടായിരുന്നു. അവസാനം ജയിച്ചല്ലോ അല്ലേ? മൂർച്ചയേറിയ അവളുടെ ചോദ്യം കേട്ട് റയാൻ മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. അത് പിന്നെ അങ്ങനെയല്ലോടി ഭാര്യയെ പാടുള്ളൂ. ഒരു കഥയിലും വില്ലൻ ജയിച്ച ചരിത്രമില്ല. നായികയും വിജയുമൊക്കെ നായകനുള്ളതല്ലേ. പിന്നെ എങ്ങനെ നമ്മുടെ കഥയിൽ മാത്രം അതിന് മാറ്റം വരും? ഓ, നായകനാണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? പോരെ? ആമി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അവളുടെ ചൊടിയിലൊരു പുച്ഛച്ചിരി മിന്നിമാഞ്ഞു. നീ പുച്ഛിക്കുകയൊന്നും വേണ്ട. നായിക ആർക്കൊപ്പമാണോ അവൻ തന്നെ നായകൻ. ഇവിടെ അപ്പോൾ നീ എനിക്കൊപ്പമല്ലേ? അപ്പോൾ നിന്റെ പ്രാണനാഥൻ തന്നെയടി കൊച്ചെ നായകൻ. ഒരു പെണ്ണിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നവനല്ല നായകൻ. ദേ കൊച്ചെ, ദൈവദോഷം പറയരുത് നീ. ഞാൻ എപ്പോഴാടി നിന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നത്? നീ ആയിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലയോ? നിഷ്കളങ്ക ഭാവത്തിലുള്ള അവന്റെ ചോദ്യം കേട്ടപ്പോൾ അവനെ ഒറ്റ ചവിട്ടിന് പുറത്തേക്ക് കളഞ്ഞാലോ എന്ന് പോലും തോന്നിപ്പോയിരുന്നു ആമിക്ക്. നിങ്ങളെപ്പോലൊരു ചെകുത്താൻ്റെ കൂടെ ഇറങ്ങി വരാൻ മാത്രം ഗതികളിലേക്ക് എന്നെ എത്തിച്ചതാരാ? ആ, അത് ഞാൻ തന്നെയാ. അതിപ്പോ എന്നാ ചെയ്യാനടി കൊച്ചേ? അവൻ പറഞ്ഞതോ ഞാൻ പോട്ടെന്ന് വെച്ചു. അത് പോരാഞ്ഞിട്ട് നീ കൂടി എൻ്റെ മുന്നിൽ നിന്ന് വേണ്ടാതീനം പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നതാ വേണ്ടേ? അടിച്ച് പല്ല് കൊഴിക്കേണ്ട വർത്തമാനമാ നീ എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു കൂവിയത്. പക്ഷെ എന്നാ ചെയ്യാനാ? കിട്ടിയോടെ തല്ലുന്ന പാരമ്പര്യം കളരിക്കലെ ആണുങ്ങൾക്കില്ലാതെ പോയി. അതാ പിന്നെ നിന്റെ വികാസേട്ടനിട്ട് കൊടുത്തത്. അപ്പോൾ അവനെ തല്ലി കൊള്ളിച്ചതെൻ്റെ കൊച്ചല്ലയോ? ചിരിയോടെ അവൻ ചോദിച്ചത് കേട്ട് ആമിക്ക് കരിയടക്കാൻ പറ്റിയില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്താലും നിങ്ങൾക്കെന്താ? ചേച്ചേ, ഇച്ചായൻ്റെ കൊച്ചിങ്ങനെ വെറും മന്ദബുദ്ധി പിള്ളേരെ പോലെ സംസാരിക്കല്ലേ. സ്വന്തം ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി നിന്നുകൊണ്ട് കെട്ടുതാലി പൊട്ടിച്ചെറിഞ്ഞിട്ട് വേറൊരുത്തനെ കെട്ടുമെന്നൊക്കെ പറയാൻ പാടുണ്ടോ കുട്ടാ? ഭർത്താവോ? ഏത് വകയിൽ? ദാ ഈ വകയിൽ. പിന്നെ നിയമപരമായ വകയിലും ഞാൻ നിന്റെ ഭർത്താവ് തന്നെയാ. ആമിയുടെ കഴുത്തിൽ കിടന്ന താലിയിൽ ചൂണ്ടി അവൻ പറഞ്ഞു. ഭർത്താവ്. ആമി പുച്ഛത്തോടെ ചുണ്ടുപൊട്ടി. എന്താടി നിനക്കൊരു പുച്ഛം? ഏയ്, ചേട്ടനും അനിയനും ഒരുപോലെ ഭർത്താവാകാൻ നടക്കുമ്പോൾ എൻ്റെ യഥാർത്ഥ പദവി എന്താണെന്ന് ഓർക്കുമായിരുന്നു. ആമിയുടെ നാവിൽ നിന്നും ആ വാചകം പുറത്തേക്ക് വന്നതും റയാൻ കാർ സഡൻ ബ്രേക്കിട്ടതും ഒരുമിച്ചായിരുന്നു. വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറ് പെട്ടെന്ന് പിടിച്ചുകെട്ടും പോലെ നിന്നതിൻ്റെ ആഘാതത്തിൽ ആമി മുന്നോട്ടൊന്ന് ഉലഞ്ഞു പോയിരുന്നു. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? ഭയന്നു പോയതിൻ്റെ കയ്യിൽ റയാനെ ചിറഞ്ഞു നോക്കി അവൾ ചോദിച്ചു. അവൻ പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ അവളെ സീറ്റിലേക്ക് പിടിച്ചു തള്ളി അവളുടെ മേലേക്ക് ചാഞ്ഞു ചെന്നു. അപ്പോഴത്തെ അവൻ്റെ മുഖഭാവം കണ്ട് ആമിക്ക് തെല്ല് ഭയം തോന്നിപ്പോയിരുന്നു. ദേഷ്യം കൊണ്ട് അത്രമേൽ വലിഞ്ഞു മുറുകിയിരുന്നു അവൻ്റെ മുഖം. കണ്ണുകൾ ചുവന്നിരുന്നു. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നിനക്ക് ഒരേ ഒരു പദവിയേയുള്ളൂ, റയാൻ പോളിൻ്റെ ഭാര്യ എന്ന പദവി. ശരിയാണ്, എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ നിനക്ക് ബോധ്യപ്പെടില്ലെങ്കിൽ പോലും എനിക്ക് എൻ്റേതായ ന്യായമുണ്ട്. പക്ഷേ ഇന്ന് അതൊന്നും എൻ്റെ മുന്നിലില്ല. എല്ലാം എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മുൻപ് സംഭവിച്ചതുപോലൊന്നും ഇനി നിനക്ക് സംഭവിക്കില്ല. സംഭവിച്ചാൽ ഞാൻ കളരിക്കലെ പോളിൻ്റെ മകനല്ല. വാശിയോടെ പറയുന്നവനെ നോക്കിയിരിക്കെ ആമിക്ക് ചിരി വന്നു പോയിരുന്നു. എന്താടി കോപ്പേ, ഇതേ പോളിൻ്റെ മകൻ തന്നെയാ ചേട്ടനില്ലാത്ത നേരം നോക്കി കിടപ്പുമുറിയിൽ വരെ കയറി വന്ന് ചേട്ടൻ താലി കെട്ടിയവളെ കൂട്ടുകിടക്കാൻ വിളിച്ചതെന്നോർത്ത് ചിരിച്ചു പോയതാ. അവളുടെ വാക്കുകൾ ഓരോന്നും തൻ്റെ ഹൃദയത്തിലേക്ക് തറയ്ക്കുന്ന കത്തിമുനകളാണെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ പോലും റയാൻ അപ്പോൾ ഒരു വാക്കുപോലും മിണ്ടാൻ കഴിഞ്ഞില്ല. കാരണം അവൾ പറയുന്നതൊക്കെ ശരിയാണെന്നും ന്യായം അവളുടെ ഭാഗത്താണെന്നും ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അവന്. അതുകൊണ്ട് തന്നെ ഒരക്ഷരം പോലും മിണ്ടാതെ സീറ്റിൽ നേരെയിരുന്നു അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ഒന്നിനും മടിക്കാത്ത റയാൻ പോളിനെ ഉത്തരം മുട്ടിച്ചതിൽ ചാരിതാർത്ഥ്യം തോന്നിയെങ്കിലും വീണ്ടും കളരിക്കലെന്ന നരകത്തിലേക്ക് ചെന്ന് കയറുന്നത് ഓർത്തിട്ട് അവളുടെ ഉടലും ഉയരും ഒരുപോലെ വിറച്ചു. പക്ഷേ കാർ കളരിക്കലേക്കുള്ള വഴിയിലേക്ക് കയറാതെ മറ്റെവിടേക്കോ ആണ് പോകുന്നതെന്ന് കണ്ടതും ആമി മുഖം തിരിച്ച് ചോദ്യഭാവത്തിൽ അവനെ നോക്കിയെങ്കിലും റയാന്റെ ശ്രദ്ധ ഡ്രൈവിങ്ങിൽ മാത്രമായിരുന്നു. ആമിയുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കി വെച്ചുകൊണ്ട് കാറ് ചെന്ന് നിന്നത് ഒരു വില്ലയുടെ മുന്നിലായിരുന്നു. ഇരുട്ടിൽ അതെവിടാണെന്നറിയാൻ തെല്ല് ബുദ്ധിമുട്ടിയെങ്കിലും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആമി സ്ഥലം തിരിച്ചറിഞ്ഞു. അതെ, തന്നെ ഈ മനുഷ്യനുമായി ബന്ധിപ്പിച്ച അതേ ഇടം, റയാന്റെ മാത്രം സ്വർഗം.
അവളുടെ മനസ്സ് മന്ത്രിച്ചു. അപ്പോഴേക്കും അവൻ കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു. വരുന്നില്ലേ? സിറ്റൗട്ടിലേക്ക് കയറി വാതിൽ തുറന്നിട്ടും അവൾ കാറിൽ നിന്ന് ഇറങ്ങിയില്ലെന്ന് കണ്ട് റയാൻ വിളിച്ചു ചോദിച്ചു. അത് കേട്ട് മറുപടിയൊന്നും പറഞ്ഞെങ്കിൽ പോലും ആമി പതിയെ ഡോർ തുറന്നിറങ്ങി. അവന്റെ പിന്നാലെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തുകൊണ്ടോ അവളുടെ കൺകോണിൽ നീർ പൊടിഞ്ഞിരുന്നു. ഹൃദയം എന്തിനോ വിറപൂണ്ടിരുന്നു. ഒരു റൂമും ഹാളും കിച്ചണും മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ആ പ്രശ്നത്തിന് ശേഷം ഞാനും ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മൊത്തം പൊടിയും അഴുക്കുമൊക്കെ ആയിരുന്നു. ആ, നീ ചെന്ന് ഫ്രഷ് ആകാൻ നോക്കുന്നു. ഞാൻ ഫുഡ് എന്തെങ്കിലും വാങ്ങി വരാം. അവളുടെ മുഖത്തേക്ക് നോക്കാതെയായിരുന്നു റയാന്റെ പറച്ചിൽ. നിന്ന നിപ്പിൽ ഇറങ്ങി വന്ന ഞാൻ എന്തോന്നെടുത്തിട്ട് ഫ്രഷ് ആകാന്? ആമിയുടെ സ്വരത്തിൽ നല്ല ദേഷ്യമുണ്ടായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന നിന്റെ ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കബോർഡിലിരിക്കുന്ന ബാഗിലുണ്ട്. ചെല്ല്, ഞാൻ ഡോർ ലോക്ക് ചെയ്തിട്ട് പൊയ്ക്കോളാം. അവളുടെ മറുപടിക്ക് കാക്കാതെ റയാൻ പുറത്തേക്ക് നടന്നു. അവൻ പോകുന്നതും മുൻവാതിൽ ലോക്കാക്കുന്നതും നോക്കി നിന്നിട്ട് ആമി ഒരു നെടുവീർപ്പോടെ മുറിയിലേക്ക് കയറി. വീണ്ടും കാറെടുത്ത് പുറത്തേക്ക് പോകുന്നതിനിടയിൽ റയാൻ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. ഹലോ, മരുമോളെ കൂട്ടിക്കൊണ്ട് വന്നില്ലെന്നുള്ള വിഷമം ഇനി വേണ്ടെന്ന് മമ്മിയോട് പറഞ്ഞേക്ക്. ആമി എൻ്റെ കൂടുണ്ട്. മറുവശത്ത് നിന്ന് പോളിന്റെ സ്വരം കേട്ടതും റയാൻ പറഞ്ഞു. ഡാ മോനെ, നീ അവളെ കൂട്ടിക്കൊണ്ട് വന്നോ? അവര് വിട്ടോ? എന്നിട്ടിപ്പോ നിങ്ങളെവിടെയാ? എത്താറായോ? പോൾ ആകാംക്ഷയോടെ ചോദിച്ചു. വീട്ടാതൊന്നുമല്ല. അവൾ എൻ്റെ ഭാര്യയാണെന്നും അവൾ ജീവിക്കേണ്ടത് എൻ്റെ കൂടാണെന്നും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും മനസ്സിലാക്കി കൊടുത്തു. അവന്റെ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ പോളിന് മനസ്സിലായിരുന്നു അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അവരൊരുമിച്ചുണ്ടെന്ന ആശ്വാസത്തിന് മുന്നിൽ അയാളതൊന്നും ചോദിക്കാൻ നിന്നില്ല. നിങ്ങൾ എത്താറായോ? എത്താൻ ഞാനവളെയും കൊണ്ട് അങ്ങോട്ട് വരുന്നില്ല ഡാഡി. പിന്നെ? ഞങ്ങൾ എൻ്റെ വില്ലയിൽ താമസിക്കാമെന്നാ വിചാരിക്കുന്നത്. അവൾക്കും അതായിരിക്കും കംഫർട്ട്. തൽക്കാലം ഞാൻ അവളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മകൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടും പോൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അത് പ്രതീക്ഷിച്ചിരുന്നതുമില്ലെന്ന് തോന്നിക്കും വിധം റയാൻ ഫോൺ കട്ട് ചെയ്തു.